നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സിംഗപ്പൂർ അതിരൂപതയിൽ 1000-ഓളം പേർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. അടുത്ത മാസം നടക്കുന്ന ഈസ്റ്റർ വിജിലിൽ ഇവർ ധ്യാനസ്നാനം സ്വീകരിക്കുമെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. മാമോദിസയ്ക്കായുള്ള സന്നദ്ധത അംഗീകരിക്കുന്ന ചടങ്ങായ റൈറ്റ് ഓഫ് ഇലക്ഷൻ ആൻഡ് കോൾ ടു കണ്ടിന്യൂയിങ് കൺവെൻഷനിൽ 1000-ഓളം പേർ പങ്കെടുത്തുവെന്ന് സിംഗപ്പൂർ അതിരൂപത വ്യക്തമാക്കി. മാർച്ച് 8-9 തീയതികളിൽ സിംഗപ്പൂർ ആർച്ച് ബിഷപ്പായ കർദിനാൾ വില്യം ഗോയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഭവനരഹിതർക്കായി 1 ദശലക്ഷം യൂറോ സംഭാവന ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപാണ് പാപ്പ ഡോൺ റോബർട്ടോ സർഡലി ഫണ്ടിലേക്ക് തുക സംഭാവന നൽകിയത്. കഴിഞ്ഞ ദിവസം റോം രൂപതയോട് ഭവന പ്രതിസന്ധി നേരിടുന്നവരെ സഹായിക്കാൻ പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം ഡോൺ റോബർട്ടോ സർഡലിയുടെ സ്മരണയ്ക്കായി ജനുവരി 30 നടന്ന ഒത്തുചേരലിലാണ് സംഭാവനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ തുകയെപ്പറ്റി വ്യക്തത നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ റോം രൂപതയുടെ വികാരി ജനറലായ കർദിനാൾ ബൽദസാരെ റെയ്ന രൂപതയിലെ വൈദികർക്ക് അയച്ച കത്തിലാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത്. കത്തോലിക്ക ബദിര സമൂഹത്തിനായുള്ള ചരിത്രത്തിലെ ആദ്യ ദിവ്യകാരുണ്യ കോൺഗ്രസിന് മേരിലാൻഡിലെ സെന്റ് എലിസബത്ത് ആൻഡ് സെറ്റൺ തീർത്ഥാടന ദേവാലയം വേദിയാകും. ഏപ്രിൽ 4 മുതൽ 6 വരെ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഏകദേശം 230 ബദിരരായ കത്തോലിക്ക വിശ്വാസികൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിചിന്തനം നടത്തുകയും ചെയ്യുമെന്ന് ബദിര വൈദികരിൽ ഒരാളായ ഫാദർ മൈക്ക് പറഞ്ഞു. ബദിരരിൽ ഭൂരിഭാഗവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ലെന്നും ബദിരർക്ക് സജീവമായി പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ ഫ്രീഡം മെഡൽ ഫ്രാൻസിസ് പാപ്പ താൻ അധ്യക്ഷനായിരുന്ന ബ്രൂണസ് അയേഴ്സ് രൂപതയുടെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് സമ്മാനിച്ചു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച ഉന്നത ബഹുമതി പരിശുദ്ധ പിതാവ് കത്തീഡ്രൽ ദേവാലയത്തിന് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് നൽകുന്ന നിരവധിയായ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് ബൈഡൻ ഭരണകൂടം അവാർഡ് നൽകിയത്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 12ാം വാർഷികമായ മാർച്ച് 13 അയേഴ്സ് രൂപതയുടെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ മെഡൽ ഏറ്റുവാങ്ങുന്ന ചടങ്ങ് നടന്നു. 7 യുവാക്കളുടെ ജീവൻ അപഹരിച്ച് മെക്സിക്കോയിലെ ഗുവാനജാറ്റയിൽ നടന്ന ആക്രമണത്തിൽ അപലപിച്ച് കത്തോലിക്ക സഭ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവജന ശുശ്രൂഷകരായ ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോഴാണ് ആയുധധാരികൾ വന്ന് ആക്രമണം നടത്തിയതെന്ന് ബിഷപ്പ് എൻറിക് ഡയസ് പറഞ്ഞു. ആക്രമണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രദേശത്തെ യുവാക്കളുടെ ജീവൻ ആക്രമണത്തിൽ അപഹരിക്കപ്പെടുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ മാസവും മോട്ടോർ സൈക്കിളിലെത്തിയ ആയുധധാരികൾ തെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം കൗമാരക്കാർക്കു നേരെ 20-ലധികം തവണ വെടിയുതിർക്കുകയും അതിൽ 2 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.